duration of 243E, duration of panchayats. Normally 5 years ആണ് നമുക്കറിയാം. ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടാൻ പറ്റുമോ? പിരിച്ചുവിടാം. മിസ് ഗവൺമെൻറ്, നോട്ട് പ്രോപ്പർലി ഫങ്ഷനിങ് പഞ്ചായത്ത്സ്, ഒരു ഗ്രൂപ്പിന് മെജോറിറ്റി ഇല്ലാത്ത കൊണ്ട് നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പഞ്ചായത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. In such a situation, the state can take action to dissolve the panchayats. പഞ്ചായത്ത് പിരിച്ചുവിടാൻ പറ്റുമോ? പിരിച്ചുവിടാം. വിട്ടാൽ എന്ത് ചെയ്യണം? 6 മാസത്തിനകത്ത് ഇലക്ഷൻ നടത്തും. ആ സന്ദർഭത്തിൽ ആ പഞ്ചായത്തിൻ്റെ അന്തിമ അധികാരി, കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ വിൽ ബി ദ ഫൈനൽ അതോറിറ്റി ഓഫ് ദാറ്റ് പഞ്ചായത്ത്. പക്ഷേ ഡിസ്ട്രിക്ട് കളക്ടർ സ്പോട്ടിൽ പോകണമെന്നില്ല. ഹി ക്യാൻ ഓതറൈസ് തഹസീൽദാരോ ഡെപ്യൂട്ടി കളക്ടറോ ദേ മേ ക്യാരി ഓൺ അഡ്മിനിസ്ട്രേഷൻ. ദ കളക്ടർ വിൽ ബി ഇൻ ചാർജ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പഞ്ചായത്ത്സ് ഇൻ ദ ഡിസ്ട്രിക്ട്. ഡിസ്ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. MLA മാർക്കുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് എല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ക്രിമിനൽ ചാർജസ് വരുന്നവർ, അതുപോലെ ഫൗൾ മെത്തേഡ് ഫോർ വിന്നിങ് ദ ഇലക്ഷൻ, അത് MLA മാർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അത് 243F പറയുന്നു. 243G പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പഞ്ചായത്ത്. 243E പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് പഞ്ചായത്ത്. 243F പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ്. 243G പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിൻ്റെ പവർ എന്താണ്? ടാക്സേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ ഏരിയ. ഞാനിതിന് കാര്യം പറയാം. ഒരു പഞ്ചായത്തിന് എത്ര കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും? ഹൗ മെനി സബ്ജക്ട്സ് ആർ ഗിവൺ ടു ദ പഞ്ചായത്ത്? ഈ ആക്ടിൽ പറയുന്നത് 29 സബ്ജക്ട്സ്. 29 സബ്ജക്ട്സ് ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ലോക്കൽ ഏരിയയിൽ ഭരണം നടത്താൻ വേണ്ട കാര്യങ്ങളിൽ 29 കാര്യങ്ങൾ, 29 സബ്ജക്ട്സ് ആർ ഗിവൺ ടു ദ പഞ്ചായത്ത്. അതിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടുന്നില്ല. അപ്പോൾ ലോക്കൽ നേച്ചർ, ലോക്കൽ ഡ്രിങ്കിങ് വാട്ടർ, പ്രൈമറി എഡ്യൂക്കേഷന്, ഹെൽത്ത് കെയർ, ലോക്കലായിട്ടുള്ള 29 കാര്യങ്ങളിൽ പഞ്ചായത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. 243H പവർ ടു ഇമ്പോസ് ടാക്സസ്. പവർ ടു ഇമ്പോസ് ടാക്സസ്. ആ ലോക്കൽ പീപ്പിളുടെ തരുന്ന ചില വെറൈറ്റി ഓഫ് നികുതികൾ പിരിച്ചെടുക്കാം, വരുമ്പടി പ്രൊഫഷൻ ടാക്സും ചേർത്തുകൊണ്ട്. ആൻഡ് ഓൾസോ ക്രിയേറ്റ് ഫണ്ട്സ്. പഞ്ചായത്തിന് കുറേ പൈസ ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ഇടാനുള്ള അവകാശം ഉണ്ടോ? ഉണ്ട്. ക്രിയേറ്റ് ഫണ്ട്സ്. 243J പ്രൊഫഷൻ ടാക്സ്. ഫോർ എക്സാമ്പിൾ, ആ പ്രദേശത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവർ ഒരു നികുതി അടയ്ക്കണം പഞ്ചായത്തിന്, പ്രൊഫഷൻ ടാക്സ്. അതുപോലെ മാർക്കറ്റിൽ വിൽക്കുന്ന കമ്മോഡിറ്റീസിന് എൻട്രി ഓഫ് ഗുഡ്സ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ ഒരു സിറ്റി കോർപ്പറേഷൻ്റെ ഒരു മാർക്കറ്റിനകത്ത് പോയാൽ ഒരാൾ നിന്ന് ഈ അവിടെയെല്ലാം സാധനങ്ങൾ കൊണ്ടുവന്ന്, ഫിഷ് കൊണ്ടുവരുന്നവർ, വെജിറ്റബിൾസ് കൊണ്ടുവന്നവർ, ദേ ഹാവ് ടു പേ എ ടാക്സ്. എൻട്രി ഓഫ് ഗുഡ്സ് ഇൻ ദ മാർക്കറ്റ് ഈസ് ടാക്സ്ഡ്. ഇതിപ്പോൾ വെഹിക്കിളൊക്കെ റോഡ് സൈഡിൽ വയ്ക്കുന്ന കോർപ്പറേഷനിലുള്ള ഒരു അഫീഷ്യലല്ലേ വന്ന് നിന്നിട്ട് പൈസ പിരിച്ചെടുക്കുന്നത്? അത് ട്രാഫിക് പോലീസല്ല, കോർപ്പറേഷൻ്റെ ഏരിയയാണ്, കോർപ്പറേഷൻ ടാക്സ് ആണ്. അത് പോലീസല്ല. പോലീസ് അത് നത്തിങ് ടു ഡു വിത്ത്. ബെസ്റ്റ് എക്സാമ്പിൾ മാർക്കറ്റിൽ എൻട്രി ഓഫ് ഗുഡ്സ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പം നമ്മുടെ കണ്ണിമാറ മാർക്കറ്റ്, പാളയം മാർക്കറ്റിൽ എന്തെല്ലാമോ ബിസിനസ് നടക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം ദേ ആർ പേയിങ് ടാക്സ് ഓൺ ഡേ ബേസിസ്. ഡേ ടു ഡേ ബേസിസിൽ വന്ന് ഇറങ്ങുന്ന സാധനങ്ങൾക്ക് ഒരു ടാക്സ് നിശ്ചയിച്ചുകൊണ്ട് അത് പിരിച്ചെടുക്കാൻ കോർപ്പറേഷൻ്റെ ഒരു റവന്യൂ കളക്ടർ ഇരിപ്പുണ്ട്. അത് പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്തിന് ദ സെയിം ഈസ് ആപ്ലിക്കബിൾ. ധാരാളം നികുതികൾ അവർ പിരിച്ചെടുക്കാം. 243J സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. 243I തന്നെ പറഞ്ഞു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഐ ആണ് പറഞ്ഞത്, J അല്ല, I. ഞാൻ ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി സ്റ്റേറ്റ് സർക്കാരിന് കിട്ടുന്ന വരുംപടിയിൽ
ഹൗ മച്ച് പെർസെൻറ്റേജ് ടു ബി ഗിവൺ ടു ദ പഞ്ചായത്ത് പറയാനാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ. സ്റ്റേറ്റിൻ്റെ പഞ്ചായത്തുകളുടെ ധനം നന്നാക്കിയെടുക്കാനുള്ള ഉപദേശം നൽകുന്നതോ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. പഞ്ചായത്തിന് സെപ്പറേറ്റ്, മുനിസിപ്പാലിറ്റിക്ക് സെപ്പറേറ്റ്. ദെൻ 243J ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദ പഞ്ചായത്ത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ. ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്. ഇൻറ്റേർണലി വിത്തിൻ ദ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓഡിറ്റ് നടത്തും, ഔട്ട്സൈഡിലുള്ള ഓഡിറ്റ് കൂടി അവിടെ നടത്താം. ഫോർ എക്സാമ്പിൾ AG's ഓഫീസ്, അക്കൗണ്ടന്റ് ജനറൽസ് ഓഫീസ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടന്റ് ജനറൽസ് ഓഫീസ് ഇൻ എ സ്റ്റേറ്റ്? ആ ലെവലിൽ യു മസ്റ്റ് നോ അബൌട്ട് ദ ഓഫീസ് ഓഫ് ദ CAG. ഭരണഘടനയിൽ ആർട്ടിക്കിൾസ് 148 to 151. CAG ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഒഫീഷ്യൽ ഈസ് കാൾഡ് ദ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി? ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ, IAS സിവിൽ സർവീസ് പരീക്ഷ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് അതേ സ്റ്റാൻഡേർഡ് KS ഉള്ളത് കൊണ്ട് താഴെ പറയുന്ന ഒഫീഷ്യൽസ്, അറ്റോർണി ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഈ സ്ഥാനക്കാരിൽ ആരെ ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി? PAC. പാർലമെൻറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പാർലമെൻ്ററി കമ്മിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഓൾറെഡി കമ്മിറ്റീസ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പാർലമെൻ്ററി കമ്മിറ്റീസ്, which are the three finance committees? Which are the three finance committees in the parliament? Public Accounts Committee and Committee. ഇനി ഒന്നുണ്ടല്ലോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കൂടെ ചേർത്ത് പറയേണ്ടത് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. എന്തുകൊണ്ട് രണ്ടിനെയും ചേർത്ത് പറയണമെന്ന് പറയുന്നത്? അത് രണ്ടും കൺസേൺഡ് വിത്ത് ദ നാഷണൽ ബഡ്ജറ്റ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കമ്മിറ്റി, PAC ആൻഡ് EC. പബ്ലിക് അണ്ടർടേക്കിങ്സ് കമ്മിറ്റിയും ഫിനാൻസ് കമ്മിറ്റിയാണ്, പക്ഷെ നോ കണക്ഷൻ വിത്ത് ദ ബഡ്ജറ്റ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. എനിവേ ഹിയർ റിഗാർഡിംഗ് ദ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദി പഞ്ചായത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള എക്സാമിന്, അതിൻ്റെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ട് വരാം. അക്കൗണ്ടൻറ്റ് ജനറൽസിൻ്റെ ഓഡിറ്റും ഉണ്ടാവും. ദെൻ 243K ഡീൽസ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ദ പഞ്ചായത്ത്. 243K താഴെ പറയുന്ന 4 ചോയ്സ് തരും. 4 ചോയ്സ് തന്നിട്ടാണ് ചോദിക്കുന്നത്. മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിൽ അവിടെ വന്ന് മാർക്ക് ചെയ്യാൻ പറ്റുകയില്ല. 243A, 243B, 243ZD, 243ZG. 243ZD ഡീൽസ് വിത്ത് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാനിംഗ് കമ്മീഷനെ ഡിസ്മാൻഡിൽ ചെയ്തു. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല, നിങ്ങൾക്കറിയാം. 2014 വന്ന പുതിയ ഗവൺമെൻറ് led by the new elected political party, they cancelled the Planning Commission of India. പകരം അവർ വേറെ എന്തോ കൊണ്ടുവന്നല്ലോ, നിതി ആയോഗ്. രണ്ട് തലത്തിലും പ്രൈം മിനിസ്റ്റർ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. പക്ഷെ നിതി ആയോഗ് ഒരു വിപുലപ്പെടുത്തിയ ബോഡി എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? പ്ലാനിംഗ് കമ്മീഷനിൽ പ്രൈം മിനിസ്റ്റർ, അതിൻ്റെ ചെയർമാന്, അതിലുള്ള മെമ്പേഴ്സ് എല്ലാം യൂണിയൻ മിനിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിതി ആയോഗിൻ്റെ ഒരു പ്രത്യേകത, all the chief ministers of states were made ex officio members of the നിതി ആയോഗ്. ആ ഒരു ഡിഫറൻസ് അവിടെ ഒന്നുകൂടെ ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുക. എനിവേ ഇവിടെ നമുക്ക് അറിയാനുള്ള പോയിന്റുകളിൽ ചില പോയിന്റ് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. 243K ഇലക്ഷൻ കമ്മീഷന്
Then 243L, application to the union territories. പഞ്ചായത്ത് രാജ് ആക്ട് യൂണിയൻ ടെറിട്ടറിക്ക് നടപ്പാക്കണമോ വേണ്ടയോ എന്നുള്ളത് പ്രസിഡന്റ് തീരുമാനിച്ചാൽ മതി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നടപ്പാക്കണ്ട. അവിടെ നടപ്പാക്കുമ്പോൾ വേണ്ട മാറ്റം വരുത്താനുള്ള പവർ പ്രസിഡന്റ് ഈസ് ഗിവൺ ദ പവർ ടു ചേഞ്ച് ദ പഞ്ചായത്ത് രാജ് ആക്ട് ടു ദ യൂണിയൻ ടെറിട്ടറീസ്. 243M, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്, the PRA not applicable to certain areas. ചില ഏരിയയിൽ പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പാക്കണ്ട. എന്തായിരിക്കും കാരണം? ആ പ്രദേശത്തിൽ ട്രൈബൽ കൗൺസിൽസ് ഉണ്ട്, അവിടെ അവർ മതി. നോട്ട് ആപ്ലിക്കബിൾ ടു certain areas എന്ന് അവിടെ പറയുന്നു. മിസോറാം, നാഗാലാൻഡ്, കാശ്മീർ, അവിടെയെല്ലാം ഓൾറെഡി there are provisions for the management of local affairs. ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് ഇവിടെ നോട്ട് തരാനില്ല. 243M, parts of the Panchayat Raj Act not applicable to certain areas. 243N, പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പാക്കുന്ന ദിവസം 24th April 1993. 92 പാർലമെന്റ് പാസ്സായി. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും സമയം കൊടുത്തു. 24th April 1993 വരെ സമയം തരികയാണ്. അതിന് കഴിഞ്ഞ് ആ ദിവസം മുതൽ നടപ്പാക്കിക്കൊള്ളണം. നടപ്പാക്കുന്ന സമയത്ത് ഓൾറെഡി there are പഞ്ചായത്ത് രാജ് ആക്ട്സ് അവൈലബിൾ. എല്ലാ സ്റ്റേറ്റിലും പഞ്ചായത്ത് രാജ് ആക്ട് കേരളത്തിലും ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ട്. പക്ഷെ ആ പഞ്ചായത്ത് രാജിനകത്ത് വേണ്ട മാറ്റങ്ങൾ ഈ പഞ്ചായത്ത് രാജ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയതിൻ്റെ യോജിക്കുന്ന രീതിയിൽ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. The state Panchayat Raj Acts must be modified in tune with the Panchayat Raj Act passed by the Parliament in 1992. All over India, എല്ലാ സ്റ്റേറ്റിലും പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ബ്രിട്ടീഷ് പീരീഡിലുണ്ട്, അതിനു മുമ്പും ഉണ്ട്. അത് എന്തെങ്കിലും പ്രൊവിഷന് ഇപ്പോൾ പാസ്സാക്കിയ ആക്ടിന് എതിരാണെങ്കിൽ അതിനെല്ലാം മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അതിനാണ് സമയം കൊടുത്തത്, 24th April 1993. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ certain പ്രൊവിഷൻസിൽ വേണ്ട മാറ്റം വരുത്താൻ അതാണ് സമയമെടുത്തത്. കണ്ടിന്യൂവൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ലോസ് ടു പഞ്ചായത്ത്സ്. 243O, bar to the judiciary to interfere in the election matters. പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യത്തിൽ കോടതി ഇടപെടണ്ട. കോടതിക്ക് ഇടപെടാൻ സമയമില്ല, അതുകൊണ്ടാണ് അങ്ങനെ വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? ഒരു പഞ്ചായത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു, തോറ്റ സ്ഥാനാർത്ഥി ഉടൻ തന്നെ കേസ് ഫയൽ ചെയ്യും. കോർട്ടിന് സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ദ കോർട്ട് ഹാസ് നോ ടൈം ടു സ്പെയർ. ഇപ്പം തന്നെ നിങ്ങൾക്ക് അവെയറായിട്ട് പലപ്പോഴും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലാ കോടതികളിലും സിവിൽ കേസ്, ക്രിമിനൽ കേസ് റണ്ണിങ് ടു 4 crores പെൻഡിങ്ങിൽ കിടക്കുകയാണ് കോടതികൾ. പല കോടതികളിലും ആവശ്യത്തിനുള്ള ജഡ്ജിമാരില്ല. സോ മെനി പ്രോബ്ലംസ് ആർ ദെയർ. ഇലക്ഷൻ കമ്മീഷൻ അതാണ് അവർ തന്നെ ഫൈനൽ, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി വയ്ക്കുന്ന ഉദ്യോഗസ്ഥർ. അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി പറഞ്ഞാലാകാം. അപ്പോൾ ഇതിൽ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നഗരപാലിക ആക്ട്